പുതിയ ഷോപ്പ് തുറന്നപ്പോഴാണ് എനിക്ക് വേറെ കോംപ്ലിക്കേഷൻസ് വന്നത്. എനിക്ക് ഹണി സപ്ലൈ ചെയ്ത ആൾ, ഞാൻ ആ വീണ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്ത് മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് ഇറങ്ങി. കാരണം ഞാൻ നല്ലൊരു മാർക്കറ്റ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി. ഞാൻ അവിടുന്ന് തഴയപ്പെട്ടു. എനിക്ക് കൃത്യമായിട്ട് പ്രോഡക്റ്റ് കിട്ടാതായി. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര പ്രോബ്ലം. അത് എനിക്ക് ആ ബിൽഡിങ് പോയതല്ല പ്രശ്നം, എനിക്ക് പ്രോഡക്റ്റ് കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് ഞാനിതിൻ്റെ പ്രൊക്യൂർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലുള്ള മൊത്തം ഞാൻ ഇന്ത്യയിൽ യാത്ര ചെയ്ത് നല്ല ബീ കീപ്പേഴ്സായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉണ്ടാക്കി. അപ്പോൾ ഹണി കിട്ടൽ തുടങ്ങി. ഹണി കിട്ടിയപ്പോഴാണ് നെക്സ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് വേണം. അപ്പോൾ പ്രോസസ്സിങ് യൂണിറ്റ് വേണം. അപ്പോൾ പ്രോസസ്സിങ് യൂണിറ്റ് വേണം. അപ്പോൾ ഞാൻ ഖാദി ബോർഡായിട്ട് വ്യവസായ കേന്ദ്രമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ടു. എനിക്ക് പിന്നെ ഇത് പാസ്സായി ഒരു പ്രോസസ്സിങ് യൂണിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ പിന്നെ 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ ലോണിന് പോവാണ്, സബ്സിഡി ലോൺ. ഞാൻ ഈ പ്രോജക്റ്റായിട്ട് ചെന്നപ്പോൾ ഇവർ പിന്നെ വ്യവസായ കേന്ദ്രത്തിൻ്റെ ഓഫീസർമാരെ അവർ ഇതൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വയനാട്ടിൽ നടക്കുമോ എന്നൊക്കെ പറഞ്ഞ് അത് ഒരു റിജക്റ്റ്. പിന്നെ എൻ്റെയും കുഴപ്പമുണ്ട്, കാരണം ഞാൻ പിന്നെ എല്ലാം കംപ്ലീറ്റഡ് അല്ല, അതിലുള്ള ജോലിക്കാരെ കാര്യങ്ങളോ പ്രോജക്റ്റ് കറക്റ്റായിരുന്നില്ല, എല്ലാം ഒന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ ഇവരത് റിജക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് അല്ല എന്നുണ്ട്. ഞാനപ്പോൾ എണീച്ചിട്ട് എന്നിട്ട് പറയാണ്, പിന്നെ ഇത് നിങ്ങളിത് പാസ്സാക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയിലെ അറിയപ്പെടുന്നൊരു പ്രോജക്റ്റായിട്ട് മാറും. അങ്ങനെ എൻ്റെ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഞാനങ്ങ് വാചാലനാവുകയാണ്. അപ്പോൾ ഇവർക്കിത് ഒഴിവാക്കാനും പറ്റുന്നില്ല, പിന്നെ എടുക്കാനും പറ്റുന്നില്ല. അതിലെന്നോട് ചോദിച്ചു, ഇത് ആരാ നിങ്ങൾക്ക് ഫൈനാൻസ് ചെയ്യുക? ഞാൻ പറഞ്ഞു കനറ ബാങ്ക് ചെയ്യും. അങ്ങനെ അവർ ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് എഴുതി തന്ന് ഞാൻ ഈ പ്രോജക്റ്റ് പിന്നെ ബാങ്കിൽ കൊടുത്തു. ബാങ്കിൽ നിന്ന് സ്പോട്ടിൽ അങ്ങോട്ട് വിളിച്ച് പിറ്റേന്ന് വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട്, ഇത്രയും ഈ നിങ്ങളെ ബാങ്ക് ഞങ്ങളിങ്ങോട്ട് വിളിച്ചു. ആദ്യമായിട്ടാണ് ഞങ്ങളെ ഒരു ബാങ്ക് ഇങ്ങോട്ട് ഞങ്ങൾ ഫൈനാൻസ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ അടുത്തുള്ള പ്രോജക്റ്റ്. ഇത് കേട്ടപ്പോൾ ശരിക്കും മനസ്സിലായത്, ശരിക്കും പ്രതിസന്ധി ഇല്ലാതെ ഒരു ബിസിനസ്മാനും വളരില്ല. പ്രതിസന്ധികളിൽ കൂടെയാണ് എല്ലാ ബിസിനസ് പേഴ്സണും വളർന്നൊരു ലെവലിലേക്ക് എത്തുന്നത് ഇപ്പോൾ മനസ്സിലായി. അതെ, അല്ല നമ്മൾ ആ സമയത്ത് ഞാൻ പറയാണ്, അവർ റിജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ അവിടുന്ന് ഒരു വാക്കും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് റിജക്റ്റ് ആണ്. അതെ, പക്ഷെ നമ്മളത് പറയുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യും. അത്രയും കോൺഫിഡൻറ്റോടുകൂടി പറയുമ്പോൾ പിന്നെന്താ, അതാണ്. അപ്പം അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് അത് വന്ന് ആ പ്രോസസ്സിങ് യൂണിറ്റ് വന്ന് ഇതൊക്കെ വന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഈ സമയത്ത് എനിക്ക് ഈ പ്രോബ്ലംസൊക്കെ വന്നപ്പോഴൊക്കെ ഉള്ള പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് വേറൊരു പ്രോജക്റ്റായിട്ട് മാറേണ്ടി വന്നു. പിന്നെ പോരാത്തത് എൻ്റെ കൂടെ നിന്നിട്ടൊക്കെ പ്രോബ്ലംസേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ബിൽഡിങ് പോവുക, പിന്നെ നീർ നിൽക്കാൻ പറ്റുന്നില്ല, ഉള്ളത് മുഴുവനും പോവുക. അങ്ങനെ ഇദ്ദേഹത്തെ പറഞ്ഞ കൃത്യ കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് ഏറ്റവും വലിയ പോയിന്റ് ആണ് 100 ദിവസത്തിനുള്ളിൽ ഈ ഒരു ഷോപ്പ് തുടങ്ങി. എനിക്കൊരു ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യമായിട്ട്, ഇത്രയും ഈ തേനുകളുടെ ഇത്തരം വെറൈറ്റി, അതായത് അപ്പോൾ ഇങ്ങനെയാണ്, അതായത് ഓരോ സീസൺ ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു പൂവുകൾ, ഇപ്പം കടുകാണെങ്കിൽ കടുക് പൂന്തേൻ, അല്ലെങ്കിൽ അങ്ങനെ സൂര്യകാന്തിയുടെ ആ പൂവിൽ നിന്നുള്ള തേൻ, അങ്ങനെയുള്ള ഓരോ തേനുകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതെ അതെ അതെ, അങ്ങനെയാണ്. അങ്ങനെ കിട്ടുന്ന തേന് നമ്മൾ കൊണ്ടുവന്നിട്ട് ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ആദ്യം കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഒരു കിലോ അല്ലെങ്കിൽ 10 കിലോ 20 കിലോ 50 കിലോ 100 കിലോ അങ്ങനെ ഒന്നും എടുക്കുക. നമ്മൾ ഒരു പിന്നെ നമുക്കൊരു ബീ കീപ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർ ജെന്യൂൻ പാർട്ടിനായിട്ട് മാത്രം ഡീല്. നമുക്ക് ഞങ്ങളിടയിൽ ആരില്ല, ഇടനിലക്കാരില്ല. ബീ ക്രാഫ്റ്റും അതേപോലെ ബീ കീപ്പേഴ്സും ഡയറക്റ്റാണ്. ഞാൻ അവരൊക്കെ വീട്ടിൽ പോകാറുണ്ട്, അവരായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അപ്പോൾ അവർ ഡയറക്റ്റ് ഈ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്, എന്തെങ്കിലും ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവർ പറയും അത് എടുക്കേണ്ടതാണ്. ഇനി അഥവാ ഇവരെടുത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഒരു ടെസ്റ്റ് ഫെയിലായാൽ പിന്നെ ആ ഡീലറേറ്റ് പിന്നെ ബീ കീപ്പറായിട്ട് നമ്മൾ ഒരു കണക്ഷനുള്ള കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ലോട്ട് പ്രോഡക്റ്റ് നമുക്ക് കംപ്ലയിൻറ്റ് വന്നിട്ട് ഒരു നല്ല ലാർജ് സ്കെയിലിൽ ഞങ്ങൾ ചെയ്തൊരു ബിസിനസ് ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ എന്താക്കുന്നത്. അത്രയും ട്രസ്റ്റ് നമുക്ക് ബീ ക്രാഫ്റ്റ് അപ്പോൾ ക്വാളിറ്റി പ്രോഡക്റ്റ് മാത്രം വിപണിയിലേക്ക് എത്തിക്കുക. അത് എല്ലാ ലോട്ടും നമ്മൾ ടെസ്റ്റ് നടത്തി അങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത്, വിപണിയിലേക്ക് എത്തിക്കുന്നത്. അതെനിക്ക് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലെങ്കിലും നമ്മൾ വയനാട്ടിലെ ബീ ക്രാഫ്റ്റിലൊന്നും പോകണം. കാരണം തീർച്ചയായിട്ടും ഒരുപാട് വെറൈറ്റി ഓഫ് ഹണീസാണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് ഈ ഒരു ക്ലീഷേ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, തേൻ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഔഷധമാണ്. പക്ഷേ ഈ ഒരു ഇത്രയും പൂവുകളിൽ നിന്നുള്ള തേൻ അത് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? നമ്മുടെ ഔഷധ ഗുണമുള്ള തേനുകളാണോ ഈ പൂവുകളിൽ നിന്നുള്ള തേനുകൾ? ഇപ്പോൾ തേനെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ ഓരോ ഫ്രൂട്ട്സ് കഴിക്കുന്നില്ലേ, ഓരോ ഫ്രൂട്ട്സ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ മാങ്ങ കഴിക്കുന്നുണ്ട്,
അതേപോലെ പിന്നെ ഓറഞ്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഓരോ ഫ്രൂട്ട്സിനും അതിൻ്റെ രുചി വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഹണി എന്ന് പറഞ്ഞാൽ ഒരു കോമൺ പ്രോഡക്റ്റാണ്. ഹണീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹണി എന്ന് പറയുന്നത് പിന്നെ തേനീച്ചകൾ പൂവിൽ നിന്ന് എടുക്കുന്നത് 100% സുക്രോസാണ്. പഞ്ചസാര 96% സുക്രോസ് ഉള്ളൂ. അതിനേക്കാൾ ഡേഞ്ചർ പ്രോഡക്റ്റാണ് സുക്രോസ്, പിന്നെ അത് പൂവിൽ നിന്ന് എടുക്കുന്നത്. പക്ഷേ അത് തേനീച്ചകളുടെ വയറ്റിലെത്തി അവരുടെ എൻസൈം അമിനോ ആസിഡൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് ആണ് ഇത് പിന്നെ ആ സുക്രോസ് ഫ്രക്ടോസും ഗ്ലൂക്കോസും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ പിന്നെ ഫ്രക്ടോസും ഗ്ലൂക്കോസും അത് പിന്നെ കാഠിന്യം കുറഞ്ഞ പഞ്ചസാരകളായി മാറുകയാണ് ദഹന പ്രക്രിയ കഴിഞ്ഞിട്ട്. ഒരു 4-5 തേനീച്ചകളുടെ വയറ്റിൽ നിന്നിട്ട് പിന്നെ ദഹന പ്രക്രിയ കഴിഞ്ഞിട്ടാണ് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. അങ്ങനെ 100% സുക്രോസ് 5% താഴേക്കാക്കി മാറ്റുന്നതാണ് തേനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കാഠിന്യം കുറഞ്ഞ പഞ്ചസാര, അതുകൊണ്ടാണ് ഷുഗർ പേഷ്യൻസിന് വരെ നമുക്ക് തേൻ കഴിക്കാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ആ തേന് അതിൽ ഈ ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ച് ടേസ്റ്റ് ഡിഫറെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ കടുക് പൂന്തേൻ എന്ന് പറഞ്ഞാൽ കടുക് പൂന്തേൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഈ കടുക് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ള തേന് കടുകാണ്. പക്ഷേ ഈ കടുക് എവിടെ പോകുന്നത്? ഇത് മുഴുവൻ പോകുന്നത് യൂറോപ്പിലേക്കും പിന്നെ അമേരിക്കയിലേക്കുമാണ്. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കടുക് പൂന്തേന് ഹീറ്റ് കൂടുതൽ, ചൂട് കൂടുതലാണ്. ഈ ചൂട് കൂടുതലായതുകൊണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഹീറ്റാവും. ഈ വാതരോഗം, അതേപോലെ തന്നെ വെരിക്കോസ് വെയിന്, ഇതിനൊക്കെ വളരെ നല്ല ഔഷധമാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് മസ്റ്റാർഡ് ഹണി. അതേപോലെ ഇവിടെയൊക്കെ തണുത്ത കാലാവസ്ഥയിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ബോഡി ഹീറ്റാവും. അതുകൊണ്ടാണ് ഈ ഹണി മുഴുവനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇന്ത്യയിൽ വളരെ കുറഞ്ഞ രീതിയിൽ മസ്റ്റാർഡ് ഹണി എന്താക്കുന്നുള്ളൂ, ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ പണ്ടേ തൊട്ട് കേൾക്കുന്നതാണ് തേനും വയമ്പും കൊടുക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ തേൻ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ വെറൈറ്റി ഓഫ് തേനുകളും നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം. പക്ഷേ ഈ ചെറിയ കുട്ടികൾക്ക് തേൻ കൊടുക്കുന്നത് എന്തിനാന്നുള്ള ഒരു പർപ്പസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് കൊടുക്കും തേന്. അതല്ലാതെ കുട്ടികളുടെ സംസാരത്തിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. ഈ കുട്ടികൾ ഈ സംസാരം കുറവുള്ള കുട്ടികൾക്ക് ഈ ചെറുനാവിൻ്റെ കംപ്ലൈൻറ്റിനാണ് ചെറുതേനാണ് അതിന് കൊടുക്കുക. അപ്പോൾ അത് അന്ന് മുതലേ കൊടുക്കുന്നതാണ്. പക്ഷെ അത് നല്ലൊരു മെഡിസിനാണത്. കുട്ടികൾക്ക് സംസാരശേഷി പ്രോബ്ലത്തിനൊക്കെ ഉള്ള പിന്നെ ചെറുതേനും ഈ വയമ്പോ കൊടുക്കുന്നത് അതിനാണ്. ഇനി തേനിൻ്റെ തന്നെ വേറെ എന്തെല്ലാം ബൈ പ്രോഡക്ട്സ് ആണ് നമുക്ക് ബി ക്രാഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? തേനുണ്ട്, അതേപോലെ തന്നെ നമുക്കിപ്പോൾ തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്നതാണ് തേന്. അതേപോലെ തന്നെ ബി വാക്സ് എന്ന് പറയുന്നത് നമുക്ക് ലിബാമായിട്ടും കാല് വിള്ളലിനൊക്കെ ഉപയോഗിക്കുന്ന അത് നല്ല രീതിയിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്നതാണ് ബി പോളൻ എന്ന് പറയുന്നത് പൂമ്പൊടി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് എല്ലിനൊക്കെ ഉറപ്പ് കിട്ടാനൊക്കെ നല്ലതാണ്. സ്പോർട്സ്മാൻമാരായ കുട്ടികൾക്കൊക്കെ വളരെ നല്ല പ്രോഡക്റ്റാണ് ഇത് ഈ ബി പോളൻ എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ റാണീച്ചൻ്റെ ഫുഡാണത്. ഒരു തേനീച്ച വിരിഞ്ഞിറങ്ങുന്ന സമയം ഈ വിരിഞ്ഞിറങ്ങുന്ന തേനീച്ചകളുടെ ഒരു 6 ദിവസം പ്രായമായ തേനീച്ചകളുടെ തലച്ചോറിൽ നിന്ന് ഊറി വരുന്ന ഒരു മിൽക്കാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. സാധാരണ ഒരു തേനീച്ച ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ 40 ദിവസം മുതൽ 160 ദിവസം വരെയാണ് ഒരു തേനീച്ച ജീവിക്കുക. എന്നാൽ പിന്നെ ഒരു റാണീച്ച ജീവിക്കുന്നത് 3 വർഷം മുതൽ 5 വർഷം വരെ റാണീച്ച ജീവിക്കുന്നത്. ഈ റാണീച്ച അങ്ങനെ ജീവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ റോയൽ ജെല്ലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഗുണങ്ങളുണ്ടാവും. ഈ റാണീച്ചൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഈച്ചകളെക്കാളും വലുപ്പവും സൗന്ദര്യവും ആ കൂട് നിയന്ത്രിക്കുന്നതും ദിവസവും 1000കണക്കിന് മുട്ടകൾ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുകയാണത്. അതിൻ്റെ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കുറയുന്ന സമയത്ത് പിന്നെ ഒരു പുതിയ റാണിനെ ക്രിയേറ്റ് ചെയ്യും കൂട്ടിൽ. ആ പുതിയ റാണി വരുമ്പോൾ ഈ 2 റാണിയും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് ആണ് ഒരു റാണിനെ കൊല്ലുക ചെയ്യുക. അങ്ങനെയാണ് ഈ റാണീൻ്റെ മരണം ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഇതിന് പവർ കിട്ടാൻ കാരണം റോയൽ ജെല്ലി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഇപ്പോൾ റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 2 ലക്ഷം രൂപയോളം വിലയുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ 300 ഗ്രാം ഹണിയിൽ വെറും 20 ഗ്രാം റോയൽ ജെല്ലി മിക്സ് ചെയ്തിട്ട്, സിഡർ ഹണിയിലാണ് മിക്സ് ചെയ്തിട്ട് അത് ഡെയിലി 10 ഗ്രാം വീതം കഴിക്കാനാണ്. 4200 രൂപയാണ് അതിന് ഒരു മാസം കഴിക്കാൻ. ഇങ്ങനെ നമുക്ക് കഴിക്കുന്ന സ്ഥിരം പ്രീമിയം കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അവർ കഴിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് അത് കഴിക്കും. കാരണം എന്താ പറഞ്ഞാൽ നമ്മളെപ്പോഴും പിന്നെ അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഭദ്രത വന്നാൽ പിന്നെന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ശരീരത്തിനാണ്, നമ്മളെ ഹെൽത്തിനാണ്. അതിന് പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഹണി ഷാമ്പു ഉണ്ട്, ഹണി ഫേസ് വാഷ് ഉണ്ട്, ഹണി സോപ്പ് ഉണ്ട്, ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട് ഹണി ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ബി ക്രാഫ്റ്റ് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്.